There is no passion, there is no vision, there is no aggression, there is no fucking mindset in this football club. Nothing is there. What the hell is there in this football club? Tell me now. What the hell is there? You won't give any players, you won't give money, nothing you will give. You loan out players and you expect them to play sari ball, louder ball, hard ball, that one. And this type of performance is simply not accepted, and the players have to just resign all the wages, sack all their wages, that's it, for 1 week, not for 1 week, for 1 month. കേരള ഫുട്ബോളിന്റെ അഭിമാനം വാനോളം ഉയർത്തി രാജകീയ വിജയം സ്വന്തമാക്കിയ കേരളത്തിന്റെ സ്വന്തം ടീമിന് അഭിനന്ദനങ്ങൾ. അതെ, സന്തോഷ് ട്രോഫിയിൽ 5 ഗോളിന് മണിപ്പൂരിനെ പരാജയപ്പെടുത്തി കേരള ടീം ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്തയ്ക്കൊപ്പം നിർവികാരമായ മറ്റൊരു വാർത്ത കൂടെ ചേർത്ത് വെക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തോറ്റു. ജംഷഡ്പൂർ FC, ഖാലിദ് ജമീൽ, റെസ്പെക്ട് ദീസ് നെയിംസ്. ഗോളുകൾ അടിച്ചുകൂട്ടാൻ വമ്പൻ താരനിരകളില്ല, പണക്കൊഴുപ്പ് കൊണ്ട് നിറച്ച വിദേശ നിരയില്ല. ഒരു സാധാരണ ഇന്ത്യൻ പരിശീലകൻ തനിക്ക് ലഭിച്ച റിസോഴ്സിനെ കൃത്യമായി ഉപയോഗിക്കുന്നു. എ വെരി ആവറേജ് ടീം ലാൻഡഡ് ഓൺ ദ 4th പൊസിഷൻ ഓഫ് ദിസ് ലീഗ്. കഴിഞ്ഞ പ്രീ മാച്ച് വീഡിയോയിൽ ജംഷഡ്പൂർ FCയുടെ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള പ്രതീക് ചൗധരിയെയും സ്റ്റീഫൻ എസയെയും മാത്രമാണ് എടുത്തു പറഞ്ഞത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ആ 2 വിംഗ് ബാക്കുകളുടെ പേര് കൂടെ എടുത്ത് പറയേണ്ടതായിരുന്നു. നിഖിൽ ബർല ആൻഡ് മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് ഉവൈസ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫോൾട്ട് അറ്റാക്കിംഗ് ശൈലിയായ വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റത്തെ ഈ 2 വിംഗ് ബാക്കുകൾ ഒരു തരത്തിലും കടത്തിവിട്ടേയില്ല. 4-2-3-1 എന്ന ഈസ്റ്റ് ബംഗാളിനെതിരെ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ ഫോർമേഷനുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഇത്തവണ ജംഷഡ്പൂർ FC ഇറങ്ങിയത്. സെയിം ഡിഫൻസീവ് ഗെയിം തന്നെയാണ് ആ മത്സരത്തിലും ഈ മത്സരത്തിലും ജംഷഡ്പൂർ FC കാഴ്ചവെച്ചത്. എന്നാൽ ഈസ്റ്റ് ബംഗാളിനെതിരെ ഒരു ചെറിയ മിസ്റ്റേക്കിൽ നിന്ന് ദിമിത്രിയോസ് ഗോൾ നേടി അവർ വിജയിച്ചു. എന്നാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ജംഷഡ്പൂർ FC 100% ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡിഫൻസീവ്ലി അൺബീറ്റബിൾ ആയിരുന്നു ജംഷഡ്പൂർ FC. അവരുടെ തന്ത്രത്തിൽ തീയായിരുന്നു. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എന്ത് തേങ്ങയാണ് പറയേണ്ടത്? മത്സരത്തിന്റെ ആദ്യ 4 മിനിറ്റ് എന്നടാ പണ്ണപ്പോറെ എന്ന് തോന്നിക്കുന്ന ഒരു അറ്റാക്കിംഗ് ശൈലി, പിന്നെ ഒരു മാരി കളി. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ എന്തോ വരാൻ പോകുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ ഈ കളി തന്നെ കാണണ്ട എന്നുള്ളൊരു മൂഡിലേക്ക് പോയി. ഒരു പ്ലാനും ഇല്ല, ഒരു തേങ്ങയില്ലാത്ത മത്സരം. മത്സരത്തിന്റെ ലൈനപ്പ് പുറത്ത് വന്നപ്പോൾ റൈറ്റ് ബാക്കിൽ വീണ്ടും സന്ദീപ് സിംഗ്. എന്താ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും അതുകൊണ്ട് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് സന്ദീപ് സിംഗ് എപ്പോഴും സ്റ്റാർട്ടിംഗ് ലെവലിൽ വരുന്നത്? സൈഡ് ബെഞ്ചിൽ പ്രബീർ ഉണ്ട്, ഐബൻ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ സന്ദീപിനെ മാറ്റിയിട്ട് ഐബൻ ഇറക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ മത്സരത്തിൽ അത് തന്നെ കണ്ടു, ഈ മത്സരത്തിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ സബ് നടത്തണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നേരത്തെ തന്നെ സന്ദീപിനെ ഇറക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ മാറ്റുന്നതാണോ ഒന്നും അറിയുന്നില്ല. ഒരു ഗോളിന് പുറകെ നിൽക്കുമ്പോൾ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നടത്തേണ്ടത്. അവിടെ നമ്മൾ റൈറ്റ് ബാക്കിനെയാണ് മാറ്റുന്നത്. എന്തിന്? പിന്നെ കളിക്കുന്ന പ്ലേയേഴ്സിൽ മികച്ചു നിന്നത് കോറു സിംഗ് ആണ് എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ബാക്കി അറിയാലോ. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ വൈബിലേക്ക് കോറു സിംഗും എത്തി. സെക്കൻഡ് ഹാഫിൽ ഒരു $1 ബില്യൺ മിസ്റ്റേക്ക് കോറു സിംഗ് വരുത്തുന്നു. ഒരു ക്ലിയറൻസ് എറർ, കൃത്യമായിട്ട് സ്റ്റീഫൻ എസയ്ക്ക് പാസ് കൊടുത്ത് പുള്ളി പ്രതീക് ചൗധരിക്ക് കൊടുക്കുന്നു. ഗോൾ കീപ്പറിന് ഒരു ചാൻസ് കിട്ടുന്നില്ല. ആ ഒരു അവസരത്തിൽ ഗോൾ കീപ്പറിന് ഒരു ചാൻസ് ഇല്ലാത്തൊരു ഷോട്ട് ഗോൾ. പിന്നെ ഇൻഡിവിജ്വൽ എടുത്തു പറയുകയാണെങ്കിൽ ഗോൾ കീപ്പർ മുതൽ എല്ലാവരും ഒരേ കണക്കാണ്. സീസണിൽ മികച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ നോവാ സദോയി പോലും എന്താ കാണിക്കണമെന്ന് അറിയാത്തൊരവസ്ഥ. കളത്തിൽ ഒരു ലൈഫും ഇല്ലാത്ത മൂവ്മെന്റുകൾ സംഭവിക്കുമ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഇമ്പാക്ട്ഫുൾ ആകുന്നത്. അസറിനെ സൈഡ് ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ട്. ഐമൻ എവിടെ? ഇവരുടെ ഇഞ്ചുറി അപ്ഡേറ്റുകളൊന്നും ആരും അറിയുന്നില്ല. മാനേജ്മെന്റ് പ്രതിഷേധം തുടങ്ങിയതിനു ശേഷം വായടച്ചതാണ്. അതിനുശേഷം ടീമിൽ വരുന്ന ഒരു മാറ്റങ്ങളെപ്പറ്റിയും ഒരു തരത്തിലുള്ള അപ്ഡേറ്റുകളും ലഭിക്കുന്നില്ല. ഐമനും അസറും എല്ലാം മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങളാണെന്ന് നമുക്കറിയാം. പക്ഷെ അവരെ ഒന്നും കളിക്കാൻ ഇറക്കുന്നില്ല. അവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും ആരും അറിയുന്നില്ല. ഇനി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻ ഗ്രൂപ്പുകളോടാണ്. മാനേജ്മെന്റിന്റെ നിസ്സഹരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ അതിനെന്തെങ്കിലും ഫലം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പോസ്റ്റ് ചെയ്യുന്ന പ്രതിഷേധങ്ങൾ മാനേജ്മെന്റ് ഒന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. ഇത്തരം ഹീറ്റഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടും കളത്തിലും അതൊന്നും പ്രതിപാദിക്കുന്നില്ല. അതിനർത്ഥം ഇതുവരെ ചെയ്തതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നത് തന്നെയാണ്. മുഹമ്മദൻ ശശിയുടെ മത്സരത്തിന് മുൻപ് തന്നെ പുതിയ കോച്ചിനെ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞ വാർത്തയൊക്കെ എവിടെയോ പോയി. ഈ ജംഷഡ്പൂർ FCയുടെ പരാജയത്തിന് ശേഷമെങ്കിലും ഇനി പുതിയൊരു കോച്ചിനെ കൊണ്ടുവരൂ, അതോ ഈ സീസൺ എന്തായാലും ഇനി പോയി അടുത്ത സീസൺ നോക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കൂ? ഇതേറെ നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. മാറ്റം വരുന്നത് വരെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കണം. ഇനി വരുന്ന മത്സരങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായും വിജയിക്കേണ്ടുന്ന 3 പോയിന്റാണ് സുലഭമായി കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. 2024 എന്ന് പറയുന്ന വർഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു എവേ മത്സരത്തിൽ പോലും ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കണക്ക് കൂടെ വരുമ്പോൾ ഈ ഒരു വർഷം ഒരു തൊലിഞ്ഞ വർഷമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് ഗായ്സ്. ഇനിയും ആ മാനേജ്മെന്റിനെ നിശബ്ദരായി ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക വഴി.
ഡിയർ മാനേജ്മെന്റ്, എക്സ്ക്യൂസ് പറയാനെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ, എന്നിട്ട് ആ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെക്കൂ. അങ്ങനെയെങ്കിലും നമ്മുടെ ഫ്രസ്ട്രേഷൻ ഒന്ന് തീർക്കട്ടെ. മെൻഷൻ പോലെ അവർ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു മത്സരം നമ്മൾ പരാജയപ്പെട്ടു. ഇനി അടുത്ത മത്സരം പെടുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പഞ്ചാബായിട്ടാണ്. കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷെ അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ.